ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. ദൈവവചനം പഠിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ജീവിതത്തിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ സംഗതിയാകുന്നു ദൈവവചനം ധ്യാനിക്കുക എന്നുള്ളത്. വചനം ശക്തിയുള്ളതാകുന്നു, ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാകുന്നു. നമ്മുടെ ഉള്ളങ്ങളെ ശോധന ചെയ്ത് നമ്മുടെ അകത്തുള്ളതായ എന്തെങ്കിലും രോഗങ്ങളോ പ്രയാസങ്ങളോ അകത്തുള്ളത് അത് കണ്ടുപിടിച്ച് ഒരു പ്രോബിങ് ഇൻസ്ട്രുമെൻ്റ് പോലെ അത് കണ്ടുപിടിച്ച് അത് ശസ്ത്രക്രിയ ചെയ്ത് മാറ്റി നമ്മെ ആരോഗ്യവാന്മാരാക്കി തീർക്കുവാൻ കഴിവുള്ളത് ദൈവവചനത്തിനാകുന്നു. ആത്മീക ആരോഗ്യം പ്രാപിക്കുന്നതിന് ദൈവവചന ധ്യാനവും പഠിക്കുന്നതും ആവശ്യമാകുന്നു. അങ്ങനെ ആഴ്ചതോറും ദൈവവചനവുമായി നിങ്ങളുടെ ആയിരിക്കുന്ന സ്ഥാനത്തേക്ക് കടന്നു വരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന ഓർത്ത് ദൈവസന്നിധിയിൽ ഞങ്ങൾ നന്ദിയുള്ളവരാകുന്നു. വചനം പഠിപ്പിക്കുന്നതിൽ വിശ്വസ്തത പാലിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ലഭിക്കുന്നതായ സമയം മറ്റൊരുപാട് കാര്യങ്ങളൊക്കെയും പറഞ്ഞ് കളയാതെ ഇത് ദൈവവചനത്തിലെ ചിന്തകളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനാകുന്നു ഞാൻ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നത്. ഈ അടുത്ത ചില നാളുകളായി നാം സുവിശേഷങ്ങളിൽ നിന്നും ചില സംഭവങ്ങളാണ്, ചില കഥകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ താൻ പറഞ്ഞതായ സംഗതികൾ, താൻ ഇടപെട്ടതായ ആളുകൾ, താൻ ചെയ്തതായ അത്ഭുതങ്ങൾ, താൻ പറഞ്ഞതായ ഉപമകൾ, ഇതൊക്കെയും നാം ഇങ്ങനെ മാറി മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാവുന്നു. ചില ആഴ്ചകളായി മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇടപെടുന്നതായ ഒരു പ്രത്യേക സംഭവത്തെപ്പറ്റി നാം ചിന്തിച്ചു. ഫിലിപ്പിനെ കൈസരിയിൽ നിന്നുകൊണ്ട് യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, ലോകം എന്നെ പറ്റി എന്തു പറയുന്നു, ആരെന്ന് പറയുന്നു, നിങ്ങൾ എന്നെ പറ്റി ആരെന്ന് പറയുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ലോകത്തിന് നമ്മെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താകുന്നു, ദൈവത്തിനും ദൈവവചനത്തിനും നമ്മെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താകുന്നു, നമ്മുടെ ചുറ്റുപാടുമുള്ള വിശ്വാസികൾക്ക്, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക്, നമ്മളോട് വളരെ അടുത്തിരിക്കുന്നവർക്ക് നമ്മെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താകുന്നു, ഒടുവിലായി നമുക്ക് തന്നെ നമ്മെ പറ്റിയുള്ളതായ ഇവാലുവേഷൻ, നമ്മെ പറ്റിയുള്ള വിലയിരുത്തൽ എന്താകുന്നു, ഇതൊക്കെയാണ് നാം ചിന്തിച്ചത്. അതിൻ്റെ തുടർച്ചയായി ആ ചിന്തയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാകുന്നു. അതിൻ്റെ തുടർച്ചയായി മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അതിൽ ഉള്ളതായ ചില പ്രത്യേക സംഗതികൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാകുന്നു ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ ക്ലാസ്സുകളിൽ വേദപുസ്തകം വ്യാഖ്യാനിക്കുകയല്ല ചെയ്യുന്നത്. ഓരോ വാക്യവും എടുത്ത് അല്ലെങ്കിൽ അതിൽ ഓരോ വാക്കും എടുത്ത് അത് വ്യാഖ്യാനിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നതായ ചില സംഗതികളുടെ വെളിച്ചത്തിൽ നമ്മളുടെ ജീവിതം ഒന്ന് വിലയിരുത്തുന്നതിനും നമുക്ക് നമ്മെ തന്നെ ഒന്ന് അവലോകനം ചെയ്യുന്നതിനും അത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നതോ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായ സംഭവത്തിൻ്റെയോ ഉപമയുടെയോ വെളിച്ചത്തിൽ നമുക്കതെങ്ങനെ അത് അപ്ലൈ ചെയ്യാം, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അനുവർത്തിക്കാമെന്നുള്ളതും ആകുന്നു നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിലാകുന്നു ഞാൻ ഈ ക്ലാസ്സുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വാക്യങ്ങളൊന്ന് വായിക്കാം. മത്തായി 16-ന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞു പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടു പോ, നീ എനിക്ക് ഇടർച്ചയാവുന്നു, നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടെയത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. ഇതിൻ്റെ തുടർച്ചയായി വായിക്കുമ്പോൾ ശിഷ്യത്വത്തിൻ്റെ ചില പാഠങ്ങൾ കർത്താവ് വീണ്ടും പറയുന്നു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് ഈ പത്രോസും യേശുവുമായിട്ടുള്ള ഈ സംസാരത്തിൽ ചില സംഗതികൾ ആകുന്നു. നാം കണ്ടത് നേരത്തെ പത്രോസാവെന്ന് പറയുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അതിനുശേഷം അധികം താമസിയാതെ, അന്ന് തന്നെ നടന്നതെന്ന് ഇവിടെ പറയുന്നില്ല, എങ്കിലും അതിനുശേഷം താമസിയാതെ നടന്നതായ ഒരു സംഭവമാകുന്നു ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ഇത് മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിന് 31 മുതലുള്ളതായ വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഗലീലയിലെ തൻ്റെ ശുശ്രൂഷ തികച്ച് താൻ യെരുശലേമിലേക്ക് പോവുകയാകുന്നു. യെരുശലേമിലേക്ക് പോകുന്നത് തൻ്റെ അവസാനത്തെ യാത്രയാകുന്നു. യെരുശലേമിലേക്കുള്ള തൻ്റെ അവസാനത്തെ യാത്രയാകുന്നു യേശുവിന് നല്ലതുപോലെ അറിയാമായിരുന്നു. കർത്താവ് 4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തനിക്ക് യെരുശലേമിൽ പോകുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. യെരുശലേമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വലിയ സ്വീകരണമല്ല തനിക്ക് ലഭിക്കാൻ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ രാജാവെന്നൊക്കെ പറഞ്ഞത് കുറച്ച് ആളുകൾ ഹോശന എന്നൊക്കെ പറയും. എങ്കിലും അവിടെ ചെന്നതിന് ശേഷം തനിക്ക് ചില കഷ്ടങ്ങളുണ്ട്. കർത്താവ് ഇവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. 3 ഘടകങ്ങളുള്ളതായ ഒരു സന്ദേശമാകുന്നു യേശു ശിഷ്യന്മാരുമായി പങ്കുവയ്ക്കുന്നത്. 1, താൻ വളരെ കഷ്ടപ്പെടും. 2, താൻ കൊല്ലപ്പെടും. 3, താൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. വളരെ കഷ്ടപ്പെടും, താൻ കൊല്ലപ്പെടും, എന്നാൽ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഇവിടുത്തെ ഈ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞത് പത്രോസ് കേട്ടോന്ന് തന്നെ അറിയില്ല. ആദ്യം കേട്ടത് തന്നെ വളരെ കഷ്ടപ്പെടുമെന്നും കൊല്ലപ്പെടുമെന്നൊക്കെ പറഞ്ഞത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പത്രോസിന് പ്രയാസമായി എന്ന് ഞാൻ വിചാരിക്കുകയാകുന്നു. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പറയുന്നത് താൻ ശ്രദ്ധിച്ചോ എന്ന് തന്നെ ഞാൻ സംശയിക്കുന്നു. തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് യെരുശലേമിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പ് തന്നെ യേശുവിനെ അറിയാമായിരുന്നു. യഥാർത്ഥ വെളിപ്പാടിൻ്റെ ഭാഗമാണ് താൻ കഷ്ടത അനുഭവിക്കുന്നത് എന്ന വസ്തുത യേശു അറിഞ്ഞു. മശീഹയായി താൻ വന്നത് ആ കാലഘട്ടത്തിൽ ഒരു രാജ്യം സ്ഥാപിച്ച് രാജ്യഭരണം ഏൽക്കുന്നതിന് വേണ്ടിയോ റോമ ഗവൺമെൻറ്റിനെ അവിടെ നിന്നും തുരത്തുന്നതിന് വേണ്ടിയോ അല്ല. താൻ കഷ്ടപ്പെടുന്ന മശീഹയായിട്ടാകുന്നു വന്നത് എന്ന വസ്തുത യേശുവിനെ അറിയാമായിരുന്നു. ഒരിക്കലല്ല 4 പ്രാവശ്യം യേശു ഇത് ആവർത്തിച്ച് പറയുന്നു. ആദ്യം പറയുന്നതാണ് നാം ഇന്ന് വായിച്ചത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ, 17-ാം അധ്യായത്തിൻ്റെ 22, 23 വാക്യങ്ങളിലും 20-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലും 26-ാം അധ്യായം 2-ാം വാക്യത്തിലും ഇത് വീണ്ടും കർത്താവ് പറഞ്ഞിരിക്കുന്നു. 26-ാം അധ്യായത്തിൽ തൻ്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പാണ് പറയുന്നത്. അവിടെ വെച്ച് പുനരുത്ഥാനത്തെപ്പറ്റി താൻ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ പറ്റി പറയുന്നില്ല. എന്നാൽ മറ്റു 3 സ്ഥലങ്ങളിലും ഈ 3 കാര്യങ്ങളും താൻ കഷ്ടമനുഭവിക്കും, താൻ കൊല്ലപ്പെടും, താൻ ഉയർത്തെഴുന്നേൽക്കും. ഈ 3 കാര്യങ്ങളും കർത്താവ് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുവാൻ നാം ഒരുക്കമുള്ളവർ ആയിരിക്കണം. നമ്മളുടെയൊക്കെ ആഗ്രഹം പ്രതിസന്ധി ഒന്നും ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് എന്താണ്? കർത്താവ് ദുഷ്ടൻ എന്നെ കാണാതെ വണ്ണം എന്നെ കാത്തുകൊള്ളണമേ. ഒരുപാട് പേരും പ്രാർത്ഥന അതാണ്. കാരണം പേടിയാണ്, കണ്ടു കഴിഞ്ഞാൽ വീണു പോകുമെന്നുള്ളത്, വീഴ്ത്തി കളയുമെന്നുള്ള പേടിയുണ്ട്. ദുഷ്ടൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ എനിക്ക് കഴിവില്ല, അതുകൊണ്ട് അത് കാണാതെ തന്നെ അങ്ങ് രക്ഷിച്ചേക്കണേ എന്നുള്ളതാണ് നമ്മുടെയൊക്കെയും പ്രാർത്ഥന. എന്നാൽ യേശു എന്താണ് ചെയ്തത്? തൻ്റെ മുമ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായ അറിവുണ്ടായിട്ടും താൻ കഷ്ടത അനുഭവിക്കേണ്ടി വരും, താൻ കൊല്ലപ്പെടും, ഇതൊക്കെ ഇന്ന് എനിക്കറിയാമായിരുന്നുവെങ്കിലും അതിനുശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവം കൂടെ ഉണ്ട് എന്നുള്ള വസ്തുത താൻ മനസ്സിലാക്കി താനിതാ ധൈര്യത്തോടുകൂടെ യെരുശലേമിലേക്ക് പോകുന്നു. ഇത് യേശുവിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല പൗലോസിൻ്റെയും ജീവിതത്തിൽ സംഭവിച്ചത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുവാൻ സാധിക്കും. പൗലോസ് വിശ്വാസത്തിലേക്ക് കർത്താവിൻ്റെ ശിഷ്യനായി തീർന്ന് കർത്താവിൻ്റെ സുവിശേഷം എന്തിക്കൊണ്ട് പല സ്ഥലങ്ങളിലേക്കും കടന്നുപോയി. ഏഷ്യ മൈനറിലും യൂറോപ്പിൻ്റെ അന്ന് അറിയപ്പെടുന്നതായ പട്ടണങ്ങളിലും ഒക്കെ താൻ കടന്നുപോയി. അവിടേക്ക് സുവിശേഷം പറഞ്ഞു. 3-ാമത്തെ മിഷണറി യാത്രയ്ക്ക് ശേഷം തന്നെ യെരുശലേമിലേക്ക് പോവുകയാകുന്നു. എന്നാൽ യെരുശലേമിലേക്ക് പോകുമ്പോൾ തനിക്ക് അറിയാമായിരുന്നു അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പരിശുദ്ധാത്മാവ് തനിക്കത് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. അവിടെ ചെല്ലുമ്പോൾ താൻ പീഡിപ്പിക്കപ്പെടുമെന്നും എതിരാളികൾ തന്നെ പിടിച്ച് ജയിലിലാക്കുമെന്നും ചിലപ്പോൾ താൻ മരണം തന്നെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ള വസ്തുത പൗലോസിനെ അറിയാമായിരുന്നു. അത് എങ്ങനെ അറിഞ്ഞു? പരിശുദ്ധാത്മാവ് തനിക്കത് വെളിപ്പെടുത്തി കൊടുത്തു. താൻ വളരെ വേഗത്തിൽ എങ്ങനെയെങ്കിലും ഒക്കെ ചെല്ലണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ചില പ്രത്യേക സമയങ്ങളൊക്കെ വെച്ചിട്ട് അതിന് മുമ്പ് എനിക്കങ്ങ് ചെല്ലണം. എഫെസോസിലെ താൻ വളരെ വർഷങ്ങൾ പ്രവർത്തിച്ച് ഉണ്ടായതായ സഭയിലെ അടുത്തുകൂടെ പോയിട്ടും അവിടെ പോയി സമയം അതിനുവേണ്ടി ഇല്ല എന്ന് മനസ്സിലാക്കിയത് മൂലം താൻ അവിടെ പോലും പോകാതെ മുന്നോട്ട് പോവുകയാകുന്നു. എന്തിനു വേണ്ടി? യെരുശലേമിൽ പോകണം. യെരുശലേമിൽ പോയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? യഹൂദന്മാർ തന്നെ പിടിക്കും എന്ന് തനിക്കറിയാമായിരുന്നു. ഇങ്ങേറ്റം എന്ന് പരിശുദ്ധാത്മാവ് തന്നെ തന്നോട് പറഞ്ഞു തനിക്കിത് സംഭവിക്കാൻ പോകുന്നുവെന്ന്. പ്രവാചകന്മാർ തന്നോട് പറഞ്ഞു. അഗബാസ് എന്ന പ്രവാചകൻ തന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ യെരുശലേമിൽ പോയാൽ ഇന്നത് സംഭവിക്കാൻ പോകുന്നു, നിന്നെ അവർ കെട്ടി കാരാഗ്രഹത്തിലാക്കുമെന്ന്. ഇതൊക്കെ കേട്ടെങ്കിലും പൗലോസ്
അതുകൊണ്ടൊന്നും അധൈര്യപ്പെട്ടു പോകാതെ അവിടേക്കുള്ള പോക്ക് പൂർത്തിയാക്കുന്നു. കാരണം പൗലോസിന് ഒരു ഉറപ്പുണ്ടായിരുന്നു, തൻ്റെ ജീവിതത്തിലെ ദൈവഹിതത്തിൻ്റെ വെളിയിലായി ഒന്നും നടക്കുകയില്ല എന്ന്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് എനിക്കിന്ന് ചോദിക്കാനുള്ളത്, ആത്മീയരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ദൈവഹിതത്തിന് വിപരീതമായി ദൈവഹിതത്തിന് വെളിയിലായി നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നടക്കുകയില്ല എന്നുള്ള പൂർണ്ണമായ ഒരു ഉറപ്പ് നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മാത്രമേ എൻ്റെ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് കർത്താവ് നമ്മെ നടത്തുന്നതായ പാതയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള ധൈര്യമുണ്ടോ? നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന, നമ്മുടെ ഉപവാസ പ്രാർത്ഥനയോ നമ്മളുടെ മുട്ടിപ്പായിട്ടുള്ള പ്രാർത്ഥനകളും നമ്മളുടെ ഇൻ്റർസെസർ മധ്യസ്ഥത പ്രാർത്ഥന, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. എൻ്റെ ദൈവമേ, ഈ പ്രശ്നമൊന്നും മാറ്റിത്തരണമേ. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ മുഖ്യ വിഷയം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുഷ്ടൻ കണ്ടു കഴിഞ്ഞാൽ വീണുപോകുന്നുള്ള പേടി, അതുകൊണ്ട് കാണാതെ അങ്ങ് സൂക്ഷിച്ചോണം, അത്രയ്ക്ക് എളുപ്പമായിട്ട് അങ്ങ് സൂക്ഷിക്കണമെന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. എന്നാൽ യേശുവും പൗലോസും നമുക്ക് കാണിച്ചു തന്ന മാതൃക വ്യത്യസ്തമാകുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി വിധേയപ്പെടുത്തി കൊടുക്കുക. ഗത്സമനയിൽ വെച്ച് യേശു അതാണ് പ്രാർത്ഥിക്കുന്നത്. ഈ പാനപാത്രം എനിക്ക് എൻ്റെ സ്വാഭാവികമായി നോക്കിയാൽ ഞാൻ ഈ ശരീരത്തിൽ അനുഭവിക്കുന്ന വേദനയും എൻ്റെ ഹൃദയത്തിൻ്റെ ആ പൊട്ടിപ്പോകുന്ന അനുഭവമൊക്കെ നോക്കുമ്പോൾ ഈ പാനപാത്രം എങ്ങനെ അത് കുടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ദൈവമേ, അതൊന്ന് നീക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അടുത്ത ശ്വാസത്തിൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നു താൻ പ്രാർത്ഥിക്കാവുന്നു, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം തന്നെ നിറവേറ്റണമേ എന്ന്. നമുക്കും അങ്ങനെയുള്ളതായ ഒരു മനോഭാവമാവുന്നു വേണ്ടത്. പൗലോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു താൻ യെരുശലേമിൽ പോകുമ്പോൾ പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന്. പ്രവാചകൻ പറഞ്ഞു നീ അവിടെ പോയാൽ നിന്നെ പിടിച്ചു കെട്ടി കാരാഗ്രഹത്തിലാക്കുമെന്ന്. ഇതൊക്കെ കേട്ടിട്ടും പൗലോസ് പറയുന്നത്, എനിക്കൊരു ദൗത്യമുണ്ട്, അവിടേക്ക് പോവുക എന്നുള്ളത് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാകുന്നു, അത് ഞാൻ നിറവേറ്റുമെന്ന്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറയുന്നത് കേൾക്കുന്നത് നല്ലത് തന്നെ. യഥാർത്ഥമായ അഗബാസിനെ പോലുള്ള പ്രവാചകന്മാർ പറയുന്നത് കേൾക്കുന്നത് നല്ലത് തന്നെ. എന്നാൽ അവർ പറയുന്നതിൻ്റെ വെളിച്ചത്തിലാകരുത് നമ്മുടെ ജീവിത ശൈലി. അവർ പറഞ്ഞതുകൊണ്ട് നാം ദൈവാത്മാവ് നമ്മെ നടത്തുന്നതായ ഒരു കാര്യത്തിന് നാം മുന്നോട്ട് പോകുമ്പോൾ, ഒരു പ്രവാചകൻ പറയുന്നത് ചിലപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് തന്നെയാണ് പറയുന്നത്, എങ്കിലും അത് പറയുന്ന പോകരുതെന്ന് പറഞ്ഞില്ല. പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ആ പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ അഭിമുഖീകരിക്കാനുള്ള ശക്തി പ്രാപിച്ചുകൊണ്ട് അതിനുള്ള മനോധൈര്യത്തോടുകൂടെ നിശ്ചയദാർഢ്യത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. പ്രതികൂലങ്ങളെ എല്ലാം അവോയ്ഡ് ചെയ്യുവാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെയുള്ളവർ ഒന്നും നേടുകയില്ല. അങ്ങനെയുള്ളവർ ഒരിക്കലും ജീവിതത്തിൽ ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന നിലയിൽ എത്തുകയില്ല. യേശു അതാണ് ചെയ്തത്, പൗലോസും അതാണ് ചെയ്തത്. നാം പൗലോസിൻ്റെ ജീവിതത്തെപ്പറ്റി നോക്കുമ്പോൾ തൻ്റെ ശരീരത്തിലൊരു ശൂലമുണ്ടായിരുന്നു. ശരീരത്തിൽ എന്തെങ്കിലും അസുഖമായിരിക്കാം, തൻ്റെ കണ്ണിന് കാഴ്ച കുറവായിരുന്നു എന്നുള്ളതായിരിക്കാം, എന്താണെന്ന് അവിടെ വ്യക്തമായി പറയുന്നില്ല. തൻ്റെ ശരീരത്തിലൊരു ശൂലമുണ്ടായിരുന്നു. താൻ പ്രാർത്ഥിച്ചു, 2-3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഈ ശൂലം ഒന്ന് മാറ്റിത്തരണമെന്ന്. എന്നാൽ ദൈവത്തിന് മറുപടി ശൂലം മാറ്റാമെന്നുള്ളത് അല്ലായിരുന്നു. പിന്നെ എന്താണ്? എൻ്റെ കൃപ നിനക്ക് മതി, ബലഹീനതയിൽ ഞാൻ നിന്നെ ബലവാനാക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം ഇതാകുന്നു. ജീവിതത്തിലെ സകല ശൂലങ്ങളും മാറ്റിയിട്ട് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ജീവിതം എനിക്കുണ്ടാകണമെന്നുള്ളതല്ല. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് ശൂലം ശരീരത്തിലുണ്ടെങ്കിൽ തന്നെയും അതോടുകൂടെ ദൈവകൃപ പ്രാപിച്ച് ദൈവം അനുവദിക്കുന്നിടത്തോളം കാലം ദൈവം ഏൽപ്പിക്കുന്നതായ വേല ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം. അതാകുന്നു എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലാക്കുന്നുവെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു ജീവിത ശൈലി നമുക്ക് ഉണ്ടാകുകയുള്ളൂ. ശൂലം മാറുക എന്നുള്ളതല്ല, ശൂലം ശരീരത്തിലുണ്ടായിരുന്നെങ്കിലും അത് സഹിക്കാനുള്ള ദൈവകൃപ തന്നെ ദൈവകൃപ ബലപ്പെടുത്തുന്നു എന്നുള്ള ആ ഉറപ്പോടുകൂടെ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. യേശു തൻ്റെ കഷ്ടപ്പാടിനെക്കുറിച്ചും മരണത്തെക്കുറിച്ചും പറഞ്ഞത് ഉൾക്കൊള്ളുവാൻ പത്രോസിന് കഴിഞ്ഞില്ല. യേശു പറയാണ്, ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു, അവിടെ രാജാവായിട്ട് അത് ആ വാഴിക്കലിന് വേണ്ടി അല്ല ഞാൻ പോകുന്നത്. അവിടെ ചെന്ന് നിങ്ങളും ഞാനും കൂടെ ചേർന്നൊരു വലിയ സാമ്രാജ്യം സ്ഥാപിച്ച് റോമ ഗവൺമെൻറ്റിനെ അവിടെ നിന്നും തുരത്തുക എന്നുള്ളതല്ല ഞാൻ യെരുശലേമിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷ്യം. ഇതൊക്കെയാണ് ഇവർക്കുണ്ടായിരുന്ന ചിന്ത. അതുകൊണ്ട് താൻ യെരുശലേമിലേക്ക് പോകുന്നത് കഷ്ടപ്പെടുന്നതിന് വേണ്ടിയാകുന്നു, മരിക്കുന്നതിന് വേണ്ടിയാകുന്നു. എന്നാൽ അതിനുശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൂടെ ഉണ്ട് എന്നുള്ള വസ്തുത യേശു അവരോട് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളുവാൻ ശിഷ്യന്മാർക്ക് ആർക്കും കഴിഞ്ഞില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പത്രോസ് അത് വാക്കുകളിൽ പ്രകടമാക്കുന്നു.
അത് ഉൾക്കൊള്ളുവാൻ പത്രോസിനെ കഴിഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് താൻ പറഞ്ഞത് പത്രോസ് കേട്ടോ എന്ന് തന്നെ അറിഞ്ഞുകൂടാ. കാരണം അത് രണ്ടും കേട്ടപ്പം തന്നെ തനിക്കങ്ങ് ബോധക്കേടുണ്ടായി കാണും, അല്ലെങ്കിൽ അത് സഹിക്കാൻ വയ്യാത്തൊരു നിലയിലെത്തി കാണും. പിന്നെ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞത് കേട്ടോ എന്ന് പോലും നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. എന്നാൽ പത്രോസിൻ്റെ ചിന്തയെന്ന് പറഞ്ഞാൽ മശീഹ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അഭിഷിക്തനായി ലോകത്തിലേക്ക് കടന്നു വന്ന ദൈവപുത്രൻ തൻ്റെ രാജ്യം സ്ഥാപിക്കും. പത്രോസിന് വലിയ മനക്കോട്ടകളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. ഈ രാജ്യം സ്ഥാപിക്കുമ്പോൾ അതിൽ പ്രധാന സ്ഥാനമൊക്കെ തനിക്ക് ലഭിക്കുമെന്ന്. കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും അടുത്തുണ്ടായിരുന്ന 3 ശിഷ്യന്മാരിൽ 2 പേര് പോയി നേരത്തെ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ നിൻ്റെ ഇടത്തും വലത്തും ഒക്കെ ഇരിക്കാനുള്ള ആ പദവി ഞങ്ങൾക്ക് നൽകണമേ എന്ന്. പത്രോസ് അത് പറയാഞ്ഞതിൻ്റെ കാരണം പത്രോസിന് ഒരു ചിന്ത ഉണ്ടായിരിക്കണം. ഇതൊന്നും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമല്ല. എങ്കിലും പത്രോസിനൊരു ചിന്ത ഉണ്ടായിരിക്കണം, ഞാനിത് പോയി പറയേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് കഴിഞ്ഞിട്ടേ മറ്റാർക്കും കൊടുക്കത്തുള്ളൂ. കാരണം എല്ലാ കാര്യത്തിനും ഞാനാണ് യേശുവിനോടുകൂടെ ഉള്ളതും മുമ്പിലുള്ളതും. യേശു 3 പേരിൽ ഒരാളായിട്ട് എന്നെ കണക്കാക്കിയിരിക്കുന്നു, അതിൽ തന്നെ ശ്രേഷ്ഠൻ ഞാനാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കണം പത്രോസ് പറയേണ്ട ആഗ്രഹം ഈ ലോകത്തിലെ മശീഹയുടെ രാജ്യം സ്ഥാപിക്കുന്നത് കാണണമെന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാകുന്നു കഷ്ടപ്പെടുന്ന മശീഹയെ പറ്റി യേശു പറയുന്നത്. ഇത് പഴയ നിയമം പഠിച്ചിട്ടുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. അന്നത്തെ യഹൂദന്മാരിൽ ഒരു കൂട്ടം ആളുകൾക്കെങ്കിലും അറിയാവുന്ന കാര്യമാകുന്നു. 22-ാം സങ്കീർത്തനത്തിലും യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിലും സഖരിയാവിൻ്റെ പ്രവചനത്തിലുമൊക്കെ കഷ്ടപ്പെടുന്ന മശീഹയെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ കഷ്ടപ്പെടുന്ന മശീഹ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാകുന്നു. എന്നാൽ അത് ഉൾക്കൊള്ളുവാൻ പത്രോസിനോ കൂടെയുള്ളവർക്കോ കഴിഞ്ഞില്ല. പത്രോസ് വിഭാവനം ചെയ്യുന്നത് കഷ്ടപ്പെടുന്നവനായ ഒരു മശീഹയല്ല, മരിക്കുന്നതായ ഒരു മശീഹയല്ല, രാജ്യം സ്ഥാപിച്ച് നിത്യമായി വാഴുന്ന നിത്യവാഴ്ച, അതാണ് പത്രോസ് വിഭാവനം ചെയ്യുന്നത്. മശീഹയോട് ചേർന്നിരുന്ന് രാജ്യം ഭരിക്കുന്നതാണ് തൻ്റെ ഭാവനയിൽ താൻ കാണുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ അതുകൊണ്ടായിരിക്കണം പത്രോസ് പ്രതികരിക്കുന്നത് ഒരു ശിഷ്യന് ചേരാത്തതായ രീതിയിലാകുന്നു താൻ പ്രതികരിക്കുന്നത്. ശിഷ്യനെന്ന് പറഞ്ഞാൽ ഗുരുവിനെ അനുഗമിക്കുന്നവൻ, ഗുരു പറയുന്ന ആജ്ഞ പാലിക്കുന്നവൻ, ഒരു ചോദ്യവും ചോദിക്കാതെ ഗുരുവിൻ പറയുന്നത് അതുപോലെ അനുസരിച്ച് ഗുരുവിൻ്റെ പിന്നാലെ പോകുന്നവൻ. എന്നാൽ പത്രോസ് എന്താണ് ചെയ്യുന്നത്? അവൻ യേശുവിനെ മാറ്റി നിർത്തി. ഇത്രയും നാൾ ഗുരുവിനെ അനുഗമിക്കുന്നവനായ ശിഷ്യൻ തനിക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തതായ ഒരു പ്രസ്താവന കേട്ടുകഴിഞ്ഞപ്പോൾ ശിഷ്യൻ്റെ സ്വഭാവത്തിൽ നിന്നും മാറി. ശിഷ്യൻ ഗുരുവിനെ അനുഗമിക്കുന്നവനാകുന്നു. എന്നാൽ പത്രോസ് ചെയ്യുന്നത് എന്താണ്? യേശുവിനെ മാറ്റി നിർത്തി. എന്നാൽ യേശുവിനോട് പത്രോസ് പറയുകയാണ്, നീ ഇങ്ങോട്ടൊന്ന് മാറി നിൽക്കുക, എനിക്ക് ഇതിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിട്ട് പറയുന്നത് എന്താണ്? അത് നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുത്. എന്ത് സംഭവിക്കരുത്? കഷ്ടപ്പാടെന്നുള്ളത്, മരണമെന്നുള്ളത് നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുത്. ഗുരുവിനെ പഠിപ്പിക്കുവാൻ ശിഷ്യൻ ഒരുങ്ങുന്നു. എന്നാൽ അത് മാത്രമല്ല, ദൈവത്തിൻ്റെ ഹിതത്തിന് വെളിയിലായിട്ട് താൻ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് ഒടുവിൽ അവിടെ കാണുന്നത് ശാസിക്കുവാൻ തുടങ്ങി. ഒരിക്കലും ഒരു ശിഷ്യൻ ചെയ്തുകൂടാത്ത സംഗതിയാകുന്നു ഗുരുവിനെ ശാസിക്കുക എന്ന് പറയുന്നത്. ഗുരു പറയുന്നത് മുഴുവൻ കേട്ടനുസരിച്ച് അത് തനിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് ചെയ്ത് വിധേയപ്പെട്ടു പോകുന്നവനാകുന്നു ശിഷ്യൻ എന്ന് പറയുന്നത്. എന്നാൽ ശിഷ്യത്വത്തിൻ്റെ പടിയിലൂടെ മുന്നോട്ട് പോകുന്നതിന് ഇറങ്ങിത്തിരിച്ചവനായ പത്രോസ് എന്തു ചെയ്യുന്നു? ഗുരുവിനോട് പറഞ്ഞ് മാറ്റി നിർത്തുന്നു. ഗുരുവിന് വേണ്ടെന്ന് തനിക്ക് തോന്നുന്ന ആലോചന പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല, അതിൻ്റെ ഇഫക്റ്റ് കൂട്ടുന്നതിന് വേണ്ടി, അതിൻ്റെ ആ ശക്തി കൂട്ടുന്നതിന് വേണ്ടി ശാസിക്കുവാൻ തുടങ്ങുന്നു. ഗുരുവിനോട് ഒരു ശിഷ്യന് ചേരാത്തതായ രീതിയിൽ പത്രോസ് ഇടപെടുന്നു. നാം ഇതിനു മുമ്പ് നടന്ന സംഭവത്തിൽ കാണുന്നത്, യേശു ആരെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ പത്രോസ് ഒരു ഉത്തരം പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. യേശുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും കാണിക്കുന്നതായ ഒരു പ്രസ്താവന. അത് പറഞ്ഞപ്പോൾ യേശു പറയുന്നത്, ബർയോനാ ശിമോനെ, ഇത് ജഡരക്തങ്ങളല്ല, ദൈവത്തിൻ്റെ ആത്മാവാകുന്നു നിനക്ക് വെളിപ്പെടുത്തി തന്നത് എന്ന്. ബർയോനാ ശിമോൻ, യോനയുടെ മകനായ ശിമോനെ. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ ദർശനം ലഭിച്ചവനായ പത്രോസ് യോനയുടെ മകനായ ശിമോൻ, ദൈവത്തിൻ്റെ പുത്രനെന്ന് താൻ തന്നെ പ്രഖ്യാപിച്ചവനായ യേശുവിനെ ഉപദേശിക്കാൻ തുടങ്ങുന്നു. അവനെ മാറ്റി നിർത്തി, അവനോട് അത് സംഭവിക്കരുത്, ദൈവഹിതം നിൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് ശാസിക്കുവാൻ തുടങ്ങി.
നമ്മുടെ ദൈവത്തോടുള്ള മനോഭാവവും നിരാശയും പരാതിയും അടക്കി വയ്ക്കേണ്ട കാര്യമില്ല. പത്രോസ് ചെയ്തത് ചില സംഗതികൾ സ്വാഭാവികമായിട്ടാകുന്നു, എന്നാൽ അതേസമയം ശാസിക്കുവാനുള്ളതായ അനുവാദം നമുക്ക് ഇല്ല. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് തന്നെ ഒരുപാട് പേരുടെയും പേടി, അയ്യോ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ദൈവം എന്നോട് കോപിക്കുമോ, അതിൻ്റെ ശാപമാണോ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് വിശ്വാസികൾക്കും സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവരുടെ ഉള്ളിൽ യഥാർത്ഥമായ വിശ്വാസം അങ്ങോട്ട് രൂപീകൃതമായിട്ടില്ല. അവരെങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് ഒരു ഭക്തിയിലൊക്കെ ജീവിക്കുകയാകുന്നു. അങ്ങനെയുള്ളവർ സ്വാതന്ത്ര്യമില്ലാതെ ഭയപ്പെട്ട് കഴിയാവുന്നു. ദൈവം ശിക്ഷിക്കും എന്നുള്ളതാണ് അവരുടെ പേടി. ഒരു കുറച്ചെങ്കിലും ഭക്തിയോടും മാന്യതയോടും കൂടെ അവർ ജീവിക്കുന്നതിന് കാരണം തന്നെ ശിക്ഷ ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടിയാകുന്നു. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിലൊരു സ്വാതന്ത്ര്യമോ സന്തോഷമോ സമാധാനമോ അനുഭവിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പം പരാതികളുണ്ടാകും. ചിലപ്പം ദൈവത്തോട് പോലും പരാതി പറഞ്ഞു പോകും. ദൈവം എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഉദ്ദേശിക്കാത്തതായ രീതിയിൽ സംഗതികൾ പോകുമ്പോൾ ചിലപ്പോൾ മനഃഭാരം ഉണ്ടാകുകയും വിഷമിക്കുകയും പരാതി പറയുകയൊക്കെ ചെയ്യും. ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട്, ദൈവത്തോട് പരാതി പറയാൻ ഒക്കത്തില്ലെങ്കിൽ പിന്നെ ആരോടാ പറയാൻ ഒക്കുന്നതെന്ന്. നമ്മുടെ ഒരു പിതാവ് നമ്മളുടെ പരാതി കേൾക്കുവാൻ ഒരുക്കമുള്ളവനാകുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മുടെ പരാതി കേൾക്കുവാൻ ഒരുക്കമുള്ളവനാകുന്നു. വേറെ കാര്യം കൂടെ ഞാൻ പറയാം, പരാതി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ പരാതി ഉണ്ടെങ്കിൽ ദൈവത്തിന് അത് അറിയാം. പിന്നെ അതങ്ങ് തുറന്നു പറഞ്ഞാൽ കുറച്ചൊരു റിലീസെങ്കിലും കിട്ടും, നമ്മുടെ സമ്മർദ്ദമെങ്കിലും ഒന്ന് കുറഞ്ഞു കിട്ടും. അതുകൊണ്ടൊന്നും തെറ്റില്ല. എന്നാൽ ദൈവത്തെ ഉപേക്ഷിക്കുന്ന സ്ഥിതിയിൽ നാം ആകരുത്. ദൈവത്തെ തള്ളിക്കളയുന്ന സ്ഥിതിയിൽ നാം ആകരുത്. ദൈവത്തെ ശാസിച്ച് നമ്മുടെ ഇഷ്ടപ്രകാരം ദൈവത്തെ കൊണ്ടുവരുവാൻ നാം ശ്രമിക്കരുത്. പലപ്പോഴും അതാണ് സംഭവിക്കുന്നത്. പരാതി പറയുകയോ എന്തെങ്കിലും ഒരു വിഷമം പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നതിൽ നാം ഒതുങ്ങി നിൽക്കാതെ ദൈവത്തെ നമ്മുടെ രീതിയിലാക്കി തീർക്കുവാൻ നാം ശ്രമിക്കുന്നു. പത്രോസ് അതാണ് ചെയ്തത്. യേശുവിനെ പറ്റി യേശു പറഞ്ഞതിൽ തന്നെ വിഷമമുണ്ടെങ്കിൽ, യേശുവേ അത് സംഭവിക്കരുത് എന്നെനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ഒരു പരിധിവരെ പറയാം. എന്നാൽ ശാസിച്ച് ദൈവത്തിൻ്റെ ഹിതത്തിന് തടസ്സമാകുവാൻ പത്രോസിന് അധികാരമില്ല. അതുകൊണ്ട് ദൈവത്തോട് നമ്മത് നേരിട്ട് അങ്ങ് പറയുന്നതിൽ കുഴപ്പമൊന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നമ്മുടെ മേലുള്ള സമ്മർദ്ദം കുറയുന്നു. മാനസാന്തരത്തിന് തുടക്കമാകാമത്. പലപ്പോഴും നമ്മളൊരു പരാതി ദൈവത്തോട് പറയുമ്പോൾ അതൊരു കയ്പിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കരുത്. അത് ജെനുവിൻ ആകുന്നുവെങ്കിൽ, അത് ആത്മാർത്ഥതയോടുകൂടെ ആകുന്നുവെങ്കിൽ, ദൈവത്തോടുള്ള ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ നാം അത് പ്രകടിപ്പിക്കുകയാകുന്നുവെങ്കിൽ, നിഷേധികളാകാതെ, മറുതലിക്കുന്നവരാകാതെ, നിരാകരിക്കുന്നവരാകാതെ നാം അത് പ്രകടിപ്പിക്കുകയാകുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മുടെ അനുകമ്പയും മനസ്സലിവും തോന്നും. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അത് നമ്മളെ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. നല്ല ഒരു അനുഭവമാണ് ഈ മാനസാന്തരം എന്ന് പറയുന്നത്. മാനസാന്തരം ആവശ്യമില്ലാതെ എന്ന് തോന്നുന്ന ഒരുപാട് പേരും മറുതലിച്ച് ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോകുന്നു. പരാതിയിൽ തുടങ്ങുന്നതായിരിക്കും, എന്നാൽ അത് നീരസത്തിലേക്കും മറുതലിപ്പിലേക്കും നയിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുവാൻ സൂക്ഷിക്കുക. എന്നാൽ യേശു ഇവിടെ പത്രോസിനോട് പറയുന്നത്, കാരണം പത്രോസിൻ്റെ മനോഭാവം ശരിക്കും മനസ്സിലാക്കി യേശുവിൻ്റെ ഹിതത്തിന് വിധേയപ്പെടുവാൻ ഒരുക്കമില്ലാതെ, ദൈവത്തിന് തന്നെപ്പറ്റിയുള്ള പദ്ധതി സ്വീകരിക്കുവാൻ ഒരുക്കമില്ലാതെ അതിനെതിരെ ശാസിക്കുന്നവനായ പത്രോസിനോട് യേശുവിന് പറയുവാനുള്ളത്, സാത്താനേ നീ എന്നെ വിട്ടു പോവുക. സാത്താനെ എന്ന് വിളിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നു, നേരത്തെ പറഞ്ഞ ബർയോനാ ശിമോനെ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിനക്ക് ഈ വെളിപ്പാട് ലഭിച്ചു. സാത്താനെ എന്ന് വിളിക്കുമ്പോൾ വലിയൊരു മാറ്റമാണ് അവിടെ കാണുന്നത്. അതിനെപ്പറ്റി ഞാൻ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സാത്താനെ എന്ന് വിളിക്കുമ്പോൾ അവനിൽ അന്ന് പ്രവർത്തിക്കുന്ന ഈ ഒരു സമയത്ത് ദൈവിക ദർശനം ലഭിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുന്നതിന് വേണ്ടി ഒരുക്കമുള്ളവനായ പത്രോസ് ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായി നിൽക്കുമ്പോൾ അവനിൽ പ്രവർത്തിക്കുന്നത് ആ ലഭിച്ചതായ വെളിപ്പാടല്ല, ദൈവത്തിൽ നിന്നും ലഭിച്ചതായ വെളിപ്പാടല്ല, സാത്താൻ്റെ സ്വാധീനമാക്കുന്നു. അതുകൊണ്ടാണ് സാത്താനെ എന്ന് വിളിക്കുന്നത്. ഇതല്പം കൂടെ വിശദമായി നമുക്ക് പിന്നാലെ കാണാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവത്തിൻ്റെ ഹിതത്തിന് നിങ്ങളെ വിധേയപ്പെടുത്തി കൊടുക്കുക. ദൈവം നൽകിയിരിക്കുന്നതായ വെളിപ്പാടനുസരിച്ച് ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സകല പ്രയാസങ്ങളെയും കഷ്ടതകളെയും അവോയ്ഡ് ചെയ്യുകയല്ല, അതിനെയെല്ലാം അങ്ങ് വിട്ടുപോയിട്ട് ഇതെനിക്കൊരിക്കലും സംഭവിക്കരുത് എന്ന് പറയുകയല്ല. പിന്നെയോ ഏത് പ്രയാസത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും മധ്യത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം.
പൗലോസ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ധൈര്യത്തോടുകൂടെ യെരുശലേമിലേക്ക് പോയതുപോലെ യേശു ധൈര്യത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നതിനും മരിക്കുന്നതിനും ഉള്ള ഒരുക്കത്തോടുകൂടെ യെരുശലേമിലേക്ക് പോയതുപോലെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ പതറിപ്പോകാതെ തളർന്നു പോകാതെ അതിനെ അഭിമുഖീകരിക്കുന്നതിനുള്ള ആത്മീക ബലത്തോടുകൂടെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ ആ കൃപ പ്രാപിച്ചവരായി, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ആ കൃപ പ്രാപിച്ചവരായി നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെയുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ഓർക്കുക, കഷ്ടപ്പാടിനോടും മരണത്തോടും കൂടി അവസാനിക്കുന്നതല്ല ക്രിസ്തുവിൻ്റെ ഈ ലോക ജീവിതമെന്ന് പറയുന്ന മരണത്തോടുകൂടെ അത് അവസാനിച്ചില്ല. അതിനുശേഷം ഒരു ഉയർപ്പുണ്ടായിരുന്നു, അതും യേശുവിന് അറിയാമായിരുന്നു. നിങ്ങളുടെയും ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ടാകും, നാമും ഈ ലോകത്തിൽ മരിക്കും. ചിലപ്പോൾ നാം ഓർക്കാത്തതായ സമയത്ത് മരിച്ചു എന്ന് വരാം. എന്നെങ്കിലും ഒരു കാര്യം ഓർക്കുക, യേശുവിൻ്റെ അനുഗാമിയായി, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിനെ പിന്തുടരുന്നിടത്തോളം കാലം മരണത്തോടുകൂടെ ജീവിക്കുന്നില്ല. അതിനുശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയോടുകൂടെ ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. വചനപ്രകാരമുള്ള ജീവിതശൈലിയിൽ കടന്നു വരുന്നതിനോട് നിങ്ങളെ സഹായിക്കണമേ. അങ്ങയോടുകൂടെ ഞങ്ങൾക്കും വന്ന് കഷ്ടം അനുഭവിക്കേണ്ടതായ സന്ദർഭങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നതിന് കർത്താവേ, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ അങ്ങയോടുകൂടെ മരണത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നതിനും ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അനുകൂലമായിരുന്നില്ല എങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം മുമ്പോട്ട് പോയി അങ്ങേക്ക് പ്രസാദകരമായി ജീവിക്കുന്നതിനും സഹായിക്കണം. ദൈവഹിതത്തിന് വെളിയിലായി ഒന്നും ചെയ്യുവാനോ പറയുവാനോ ഞങ്ങളെ അനുവദിക്കരുത്. വഴി നടത്തിക്കാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.